ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 18 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 19, 20 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലസീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിശതു ഫില്ലസീന ആമനൂ ലഹും അസാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു വഅന്നല്ലാഹ റഊഫുർ റഹീം. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു പറയുകയാണ്, മറ്റുള്ള ആളുകളെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ടാണ് നിങ്ങൾ കരുതുന്നത് എങ്കിലും അള്ളാഹു അത് വളരെ ഗുരുതരമായ ഗൗരവമുള്ള തെറ്റായിട്ടാണ് കാണുന്നത്. ശേഷം അള്ളാഹു പറയുന്നു, ഇന്നല്ലസീന യുഹിബ്ബൂന. ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, തീർച്ചയായും, ഉറപ്പായും. അല്ലസീന യുഹിബ്ബൂന. അഹബ്ബ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, ആഗ്രഹിച്ചു എന്നൊക്കെയാണ്. അത് മാദിയായ പദമാണ്. എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല ക്രിയയാണ്. അതിൻ്റെ മുളാരികൾ യുഹിബ്ബു, തുഹിബ്ബു അങ്ങനെയൊക്കെയാണ് വരിക. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടുന്നു. അത് ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കും. അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ. അല്ലസീന യുഹിബ്ബൂന, ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർ. എന്ത് ആഗ്രഹിക്കുന്നവർ? അൻ തശിയ. ഷാ എന്ന് പറഞ്ഞാൽ പരന്നു അല്ലെങ്കിൽ വ്യാപിച്ചു, പ്രചരിച്ചു എന്നൊക്കെയാണ്. അതിൻ്റെ മുളാരിയാണ് യഷിയഉ, തശിയഉ എന്നൊക്കെ. അർത്ഥം വ്യാപിക്കും അല്ലെങ്കിൽ പ്രചരിക്കും, പരക്കും. അതിൻ്റെ മുമ്പിൽ അൻ എന്ന് ചേരുമ്പോൾ അങ്ങനെ ആവാൻ എന്നർത്ഥം കിട്ടും. അൻ തശിയ, പ്രചരിക്കുവാൻ, വ്യാപിക്കുവാൻ, പരക്കുവാൻ. എന്ത് പരക്കുവാൻ, എന്ത് പ്രചരിക്കുവാൻ? അൽ ഫായിഷത്തു. ഫായിഷത്ത് എന്ന് പറഞ്ഞാൽ നീചവൃത്തി, ദുർവൃത്തി, തെറ്റായ കാര്യം. എവിടെ പ്രചരിക്കുവാൻ? ഫില്ലസീന ആമനു. ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലസീന എന്ന് ചേരുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, അല്ലസീന വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ എന്നർത്ഥമാണ് കിട്ടുക. അപ്പോൾ ആമനു അവർ വിശ്വസിച്ചു, അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേരുമ്പോൾ വിശ്വസിച്ചവർ, വിശ്വസിച്ചവരായ ഒരു കൂട്ടർ. അതിൻ്റെ മുമ്പിൽ ഫി എന്ന് വന്നാൽ, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഫില്ലസീന ആമനു, വിശ്വസിച്ചവരിൽ, വിശ്വസിച്ച ആളുകളിൽ, വിശ്വാസികളിൽ. ലഹും അവർക്കുണ്ട്, അത്തരം ആളുകൾക്കുണ്ട്, ആ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുണ്ട്. ലഹും അവർക്കുണ്ട് അസാബുൻ ശിക്ഷ. എങ്ങനെയുള്ള ശിക്ഷയാണ്? അലീമുൻ വേദനാജനകമായ, വേദനയേറിയ. ഫിദ് ദുനിയ. ദുനിയ എന്ന് പറഞ്ഞാൽ ദുനിയാവ്, ഇഹലോകം, ഐഹിക ലോകം. അതിനു മുമ്പിൽ ഫീ എന്ന് വരുമ്പോൾ ഇൽ എന്നർത്ഥം. ഫിദ് ദുനിയ, ഇഹലോകത്തിൽ അല്ലെങ്കിൽ ഇഹലോകത്ത് വെച്ച്. മാത്രമല്ല വൽ ആഖിറത്തി. വാവ് അത്ഫിൻ്റെ വാവാണ്. അതുമാത്രമല്ല ഇനി പറയുന്നതും എന്നർത്ഥം. അപ്പോൾ വൽ ആഖിറത്തി, പരലോകത്തിലും. ഫിദ് ദുനിയാ വൽ ആഖിറത്തി, ഇഹലോകത്തും പരലോകത്തും. വല്ലാഹു, അള്ളാഹു ആകട്ടെ. അവിടെ വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. ഇനി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നുള്ള അർത്ഥം കൊടുക്കാം. വല്ലാഹു, അള്ളാഹു ആകട്ടെ. യഅലമു. അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു. യഅലമു അവൻ അറിയും, അവൻ അറിയുന്നു. അപ്പോൾ വല്ലാഹു യഅലമു, അള്ളാഹു ആകട്ടെ അവൻ അറിയും അല്ലെങ്കിൽ അവൻ അറിയുന്നു. വ അൻതും, എന്നാൽ നിങ്ങൾ. അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. വാവിന് അവിടെ എന്നാൽ എന്നുള്ള അർത്ഥം കൊടുക്കാം. വ അൻതും, എന്നാൽ നിങ്ങളോ. ലാ തഅലമൂൻ. അലിമ അറിഞ്ഞു, യഅലമു അറിയും, അറിയുന്നു. തഅലമു നീ അറിയും, നീ അറിയുന്നു. തഅലമൂൻ നിങ്ങൾ അറിയും, നിങ്ങൾ അറിയുന്നു. ലാ തഅലമൂൻ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അറിയുകയില്ല. അപ്പോൾ അള്ളാഹു അറിയും, നിങ്ങൾ അറിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുകയില്ല.
ഒന്നിച്ച് ഈ ആയത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയ അൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു, സത്യവിശ്വാസികളുടെ ഇടയിൽ ദുർവൃത്തി അല്ലെങ്കിൽ നീചവൃത്തി പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും അവർക്ക് ലഹും അവർക്കുണ്ട് അസാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അള്ളാഹു ആകട്ടെ എല്ലാം അറിയുന്നവനാണ്, എന്നാൽ നിങ്ങൾ അറിയുകയില്ല. അടുത്ത ആയത്ത് വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു. ഈ ഒരു പദപ്രയോഗം, ഇത്തരം വാചകങ്ങൾ ഈ സൂറത്തിൽ തന്നെ നമ്മൾ പഠിച്ചു പോയതാണ്. വലൗല ഇല്ലായിരുന്നുവെങ്കിൽ, ഫദ്ലുല്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അലൈക്കും നിങ്ങളുടെ മേൽ, വ റഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും. ഇത്രയും ഭാഗം ഇതേ സൂറത്തിൽ വന്നതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വ അന്നല്ലാഹ, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. അന്ന നിശ്ചയമായും, അന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു, റഊഫുൻ, റഊഫുൻ എന്ന് പറഞ്ഞാൽ കൃപാലുവാണ്, ദയയുള്ളവനാണ്, റഹീമുൻ കരുണാനിധിയായ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു വ അന്നല്ലാഹ റഊഫുർ റഹീം, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ നിശ്ചയമായും അള്ളാഹു കൃപാലുവാണ്, കരുണാനിധിയാണ്. ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം. എന്താണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്? സത്യവിശ്വാസികളുടെ ഇടയിൽ ദുർവൃത്തി അല്ലെങ്കിൽ നീചവൃത്തി പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഹലോകത്തും പരലോകത്തും വേദനാജനകമായ ശിക്ഷയുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എന്നാൽ നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അവരുടെ ഇടയിൽ തെറ്റുകൾ കാര്യമായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. നീചവൃത്തികൾ ഉണ്ടാവില്ല, ദുർവൃത്തികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ആ ഒരു മേഖലയിൽ എന്തെങ്കിലും തരത്തിൽ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ കൂടുതൽ താല്പര്യം കാണും. ഇപ്പോൾ ഇവിടെ ഉണ്ടായ, നമ്മൾ ഈ സൂറത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ നോക്കുക, ഒരു വ്യഭിചാര ആരോപണമാണ്. അത്തരം കാര്യങ്ങൾ ഇസ്ലാം അനുസരിച്ച് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. പക്ഷെ അത് സംഭവിച്ചു എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ, അത് കുറച്ച് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ശത്രുക്കൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ എന്താണോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശക്തമായ ആശയങ്ങൾ, ആ ധാർമ്മികതയിൽ വെള്ളം ചേർക്കുക, അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നല്ല നല്ല ആശയങ്ങൾ അതനുസരിച്ചൊന്നുമല്ല അവർ ജീവിക്കുന്നത് എന്ന രൂപത്തിൽ ഇസ്ലാമിനെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ മോശമാക്കി ചിത്രീകരിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക. അത് പല രൂപത്തിലും ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് അത്തരം കാര്യങ്ങൾ കൊണ്ടുവരിക. നോക്കൂ, നിങ്ങൾ പലപ്പോഴും ഇസ്ലാം വളരെയധികം മാന്യമായ രൂപത്തിലുള്ള ജീവിതമാണ് ആളുകളോട് പറയുന്നത്. അത് ആളുകൾക്ക് എല്ലാ തരത്തിലും സംരക്ഷണം നൽകുന്നതാണ്, എല്ലാ തരത്തിലും സമാധാനം നൽകുന്നതാണ്. പക്ഷേ ആ ഒരു സമാധാനത്തോടു കൂടിയുള്ള ജീവിതത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ ഇസ്ലാമിൻ്റെ അകത്തേക്ക് പല തെറ്റുകളെയും കൊണ്ടുവരാൻ വേണ്ടി പല രൂപത്തിലും പ്രചരണങ്ങൾ നടത്തുകയും ആ രൂപത്തിൽ അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പ്രചരണം പലപ്പോഴും തെറ്റായിരിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് ഇങ്ങനെയൊക്കെ അവരുടെ ഇടയിൽ ഉണ്ട് എന്ന് കള്ള പ്രചരണം നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ പ്രചരണം നടത്തിയിട്ട് ഈ ഒരു മതത്തിലെ ആളുകളെ, നല്ല രൂപത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളെ അപമാനപ്പെടുത്തുക, അവർക്ക് അപകീർത്തി ഉണ്ടാക്കുക, അവർക്ക് മാനസികമായ പ്രയാസം ഉണ്ടാക്കുക, മറ്റുള്ള ആളുകളുടെ ഇടയിൽ അവരെ കരിവാരിത്തേക്കുക. ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ആളുകൾ വിജയിച്ചു എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അള്ളാഹു പറയുകയാണ്, അത്തരം ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് ഇഹലോകത്തും പരലോകത്തും എന്ന്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിന് ഒരിക്കലും പാടില്ലാത്ത പല കാര്യങ്ങളും ഇസ്ലാമിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ആ രൂപത്തിൽ വരാത്ത കാര്യങ്ങൾ പോലും ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അന്യ സ്ത്രീ പുരുഷന്മാർ, അവർ പാലിക്കേണ്ട അകലങ്ങളുണ്ട്, അവരുടെ ഇടപെടലുകൾക്ക് അള്ളാഹു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ആ അതിർത്തിയെ മറികടക്കുന്ന തരത്തിലാണ് പല കാര്യങ്ങളും പുതുതായി നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അന്യ പുരുഷന്മാരോട് ഇടകലരാതെ
സ്ത്രീകൾ മാത്രമായി, മറ്റുള്ളവർ കാണാത്ത രൂപത്തിൽ സ്ത്രീകൾ മാത്രമായി വ്യായാമം ചെയ്യുന്നതും മറ്റുമൊക്കെ തെറ്റാണോ? യാതൊരു കാരണവശാലും അത് തെറ്റല്ല. ഒരു കാരണവശാലും അത് തെറ്റല്ല. ആരോഗ്യത്തിന് അത് ആവശ്യവുമാണ്. ആ രൂപത്തിൽ സ്ത്രീകൾ മാത്രമായി അത്തരം വ്യായാമങ്ങളും മറ്റും ചെയ്യാം, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ എപ്പോഴാണ് ഇത് 100% തെറ്റായി മാറുന്നത്? സ്ത്രീകൾ മാത്രമായി ഒരു സ്ഥലത്ത് ചെയ്യുന്ന വ്യായാമങ്ങൾ പോലും അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് മറ്റുള്ള അന്യ പുരുഷന്മാരുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നു. അവരെല്ലാം അത് കാണുന്നു. അവിടെ സ്ത്രീകൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് എന്താ പിന്നെ ഗുണമുള്ളത്? അങ്ങനെയാണെങ്കിൽ അന്യ പുരുഷന്മാരെ ഇടകലർന്നുകൊണ്ട് ചെയ്യുന്നതും ഈ ഒറ്റയ്ക്ക് ചെയ്യുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാൻ പാടില്ല. ഒരു മുസ്ലിം സ്ത്രീ ഒരിക്കലും അത്തരം ഒരു വീഡിയോയിൽ നിൽക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും വീഡിയോ എടുക്കാൻ വരികയാണെങ്കിൽ ആ സമയത്ത് അവിടുന്ന് മാറി നിൽക്കണം. വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം. പക്ഷെ ഒരു മുസ്ലിം സ്ത്രീ, റബ്ബിനെ പേടിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കണം, ഇത് അന്യ പുരുഷന്മാരുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യും. ഞാൻ എൻ്റെ ഈ ശരീരം ഇളക്കുന്നതും വ്യായാമം ചെയ്യുന്നതുമൊക്കെ മറ്റു പുരുഷന്മാർ കാണാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്യുമെന്നുള്ളതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് അന്തസ്സോടുകൂടി അത്തരം സന്ദർഭങ്ങളിൽ മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് അത് നല്ലൊരു കാര്യമായിട്ട് മാറുക. അല്ലെങ്കിൽ 100% അത് ഹറാമാണ്. ഇതൊക്കെ നമ്മുടെ മഹനീയമായ മതത്തെയാണ് കളങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികൾ കരുതലോടെ വേണം ഇത്തരം കാര്യങ്ങളെ കാണാൻ. അത്തരം കാര്യങ്ങൾ മറ്റുള്ള ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പോൾ സത്യവിശ്വാസികളിൽ പലതരത്തിലുള്ള നീചവൃത്തികളും ദുർവൃത്തികളും പ്രചരിപ്പിക്കുവാൻ പല ആളുകളും ശ്രമിക്കും. അവരോട് അള്ളാഹു പറയുകയാണ്, ലഹും അസാബുൻ അലീമും ഫിദ്ദുനിയ വൽ ആഖിറ. ഇഹലോകത്തും പരലോകത്തും അവർക്ക് വളരെ വലിയ ശിക്ഷയുണ്ട്. പരലോകത്തുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ നരകാണ്, അള്ളാഹുവിൻ്റെ ക്രോധമാണ്. ഇഹലോകത്തും അവർക്ക് ശിക്ഷയുണ്ട്. ഇഹലോകത്ത് അടിശിക്ഷ, ഇസ്ലാമിക ഭരണമുള്ള ഒരു രാജ്യമാണെങ്കിൽ തെറ്റായ രൂപത്തിലുള്ള പ്രചരണം നടത്തി കഴിഞ്ഞാൽ അടിശിക്ഷയുണ്ട്. പിന്നെ അതല്ലാതെ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് അവരുടെ മേൽ. അവർക്ക് നിന്ദ്യതയായിരിക്കും ഈ ലോകത്ത്. അതുപോലെ തന്നെ മുമ്പ് കാലങ്ങളിലൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള രോഗങ്ങൾ ആളുകളുടെ ഇടയിൽ വരും. അതുപോലെ തന്നെ പലതരത്തിലുള്ള നമുക്ക് അറിയാത്ത, നമുക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷയും അത്തരം ആളുകൾക്കുണ്ടാകും. അപ്പോൾ സത്യവിശ്വാസികളുടെ ഇടയിൽ നീചവൃത്തികൾ പ്രചരിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശക്തമായ താക്കീതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നൽകുന്നത്. മാത്രമല്ല, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, അതുകൊണ്ടൊക്കെ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? അള്ളാഹു പറയുന്നത് എന്താണ്? സൃഷ്ടാവായ അള്ളാഹു, നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു പറയാണ്, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹുവിനറിയാം എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്നുള്ളത് അള്ളാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയൂല. നിങ്ങൾ അതുകൊണ്ടൊന്നും യാതൊരു തെറ്റുമില്ല എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ അള്ളാഹുവിന് അതിലടങ്ങിയിരിക്കുന്ന തെറ്റുകളും ശരികളും ഒക്കെ അള്ളാഹുവിനറിയാം. മാത്രമല്ല, ആരൊക്കെയാണ് ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്, ആരൊക്കെയാണ് ഈ രൂപത്തിൽ സത്യവിശ്വാസികളുടെ ഇടയിൽ തെറ്റായ രൂപത്തിൽ പ്രചരണങ്ങൾ നടത്തുന്നത്, എല്ലാം അള്ളാഹുവിനറിയാം. പലതും സത്യവിശ്വാസികൾ മനസ്സിലാക്കുന്നില്ല, പലതും ആളുകൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശവും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളുമെല്ലാം അള്ളാഹുവിന് നന്നായിട്ട് അറിയാം, നിങ്ങൾ അറിയുന്നില്ല. ശേഷം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു വഅന്നല്ലാഹ റഊഫുർ റഹീം. ഈ ആയത്തിന് രണ്ട് രൂപത്തിൽ അർത്ഥം കൊടുക്കാം. ഒന്ന്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു എന്താ സംഭവിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം പൂർത്തിയാക്കാതെ നിർത്തിയത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഓരോ തെറ്റിനും അതാത് സമയങ്ങളിൽ അള്ളാഹു ശിക്ഷ വിധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഓരോരുത്തരുടെയും അവസ്ഥ? ശേഷം വഅന്നല്ലാഹ റഊഫുർ റഹീം, അള്ളാഹു ആകട്ടെ കൃപാലുവാണ്, കരുണാനിധിയാണ്. അങ്ങനെ അള്ളാഹു കൃപാലുവായതുകൊണ്ടും കരുണാനിധിയുമായതുകൊണ്ടാണ് പല ആളുകൾക്കും തെറ്റ് തിരുത്താനുള്ള അവസരം കിട്ടുന്നത്, അവർക്ക് തൗബ ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്, അവർ ചെയ്യുന്ന തൗബ അള്ളാഹു സ്വീകരിക്കുന്നത്. ഈ രൂപത്തിൽ അർത്ഥം കൊടുക്കാം. രണ്ടാമത്തെ ഒരു അർത്ഥം, ഒന്നിച്ച് ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ വലൗല എന്നുള്ളതിൻ്റെ അർത്ഥം കൊടുക്കാം. വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ, വഅന്നല്ലാഹ റഊഫുർ റഹീം, അള്ളാഹു
കരുണാനിധിയായ കൃപാലു അല്ലായിരുന്നുവെങ്കിൽ, ആ ഒരു അല്ലായിരുന്നുവെങ്കിൽ എന്നുള്ളത് ഇങ്ങോട്ടും ബാധകാകുന്ന രൂപത്തിൽ. അപ്പോൾ അങ്ങനെ അള്ളാഹു ഒരു കരുണാനിധിയായ കൃപാലു അല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ രണ്ടിനും, ആ രണ്ട് ഭാഗത്തിനും ആ ഒരു അല്ലായിരുന്നുവെങ്കിൽ എന്നുള്ള അർത്ഥം കൊടുക്കുക. എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ശിക്ഷ ലഭിക്കുമായിരുന്നു, നിങ്ങൾക്ക് നാശമായിരിക്കും ഫലം എന്നർത്ഥം. രണ്ട് രൂപത്തിൽ പറഞ്ഞാലും ഒരേ അർത്ഥത്തിലേക്കാണ് എത്തുക. ഏതായാലും ഈ രണ്ട് ആയത്തുകളിലൂടെ ഇസ്ലാമിൽ അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ ഇടയിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന, ദുർവൃത്തികൾ പ്രചരിപ്പിക്കുന്ന, നീചവൃത്തികൾ പ്രചരിപ്പിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന, ഇല്ലാത്ത തെറ്റുകൾ സത്യവിശ്വാസികളുടെ മേൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന, മുസ്ലിങ്ങളെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ തരം താഴ്ത്തി കാണിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന, അത്തരം പ്രചരണങ്ങൾ നടത്തുന്ന, അതിനു വേണ്ടി എഴുതുന്ന, അതിനുവേണ്ടി വരക്കുന്ന, അതിനുവേണ്ടി പ്രസംഗിക്കുന്ന, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, അത്തരം ആളുകളോടാണ് അള്ളാഹു പറയുന്നത് അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അത് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും, അതിൻ്റെ എല്ലാ വശങ്ങളും അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഇന്ന നൂനിൻ്റെ ശബ്ദ മണിക്കണം. അല്ലസീന യുഹിബ്ബൂന അൻ തശിയ, അവിടെ താഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. അൻ എന്ന് വെളിവാക്കാൻ പാടില്ല. തശിയ തശിയ അൽ ഫാഹിഷത്തു ഫില്ലസീന ആമനു ലഹും അദാബുൻ. അദാബുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ്, അതിനുശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തെൻവീന് വന്നാൽ ഇദ്ഹാറാണ് നിയമം. അപ്പോൾ അദാബുൻ ഉൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അലീമുൻ ഫിദ്ദുനിയ, അവിടെ അലീമുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള തെൻവീന് ശേഷം വന്നത് ഫ ആണ്. ഫഇൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ഇഖ്ഫ ആണ് നിയമം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. അപ്പോൾ അലീമുൻ എന്ന് പറയില്ല, അലീമുൻ ഫിദ്ദുനിയ. ഫിദ്ദുനിയ എന്നെടുക്കുകയാണെങ്കിൽ ഒരു സുക്കൂനുള്ള നൂന് വന്നു ആ ദുനിയ എന്നുള്ള പദത്തിൻ്റെ ഉള്ളിൽ. സാധാരണ നമ്മൾ യാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം, ഇദ്ഗാം ബിഗുന്നിയാണ് പറയാറുള്ളത്. പക്ഷേ ഒരു പദത്തിൻ്റെ ഉള്ളിലാണത് എന്നുണ്ടെങ്കിൽ, യാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നത് ഒരു പദത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിനെ നമ്മൾ ഇദ്ഹാറോട് കൂടിയാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ദുനിയ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അതുകൊണ്ട് തന്നെ ആ നൂനിന് പുള്ളിക്ക് പുറമെ ആ സുക്കൂനിൻ്റെ അടയാളവും അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഫിദ്ദുനിയ വൽ ആഖിറത്തി, ആഖിറത്തി എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ആഖിറ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. അതായത് അവസാനത്തെ ആ താഇനെ സുക്കൂനുള്ള ഹ ആക്കിയിട്ട് ചെറിയൊരു ഹ് എന്നുള്ള ശബ്ദത്തോടു കൂടി ആഖിറ, അല്ലാതെ ആഖിറത്ത് എന്നല്ല, ആഖിറത്ത് എന്നല്ല, ആഖിറ ഹ് എന്നുള്ള ശബ്ദത്തോടു കൂടിയാണ് അതിനെ നിർത്തേണ്ടത്. പാരായണം നിർത്താതെ പോവുകയാണെങ്കിൽ ആഖിറത്തി എന്ന് അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്തിട്ട് പോവാം. വല്ലാഹു യഅലമു വഅൻതും, താഇന്റെ മുമ്പ് സുക്കൂനിലെ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. വഅൻതും ലാ തഅലമൂൻ, അവസാനത്തെ നൂനിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാര്യം. അടുത്ത ആയത്ത് വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു. വറഹ്മതുഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഉൽ അമീർ, അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ആ ഹാ ഉൽ അമീറിനെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. വറഹ്മതുഹു വ അന്നല്ലാഹ, നൂനിൻ്റെ ശബ്ദ മണിക്കുക. റഊഫുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ്, അതിനുശേഷം റ ആണ്. റാഇൻ്റെയോ ലാമിൻ്റെയോ മുമ്പ് തെൻവീനോ സുക്കൂനുള്ള നൂനോ കണ്ടാൽ ആ തെൻവീനിനെ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിനെ ആ റായിലേക്ക് അല്ലെങ്കിൽ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ റഊഫുർ റഹീം, റഊഫു എന്ന് പറഞ്ഞിട്ട് അവിടെ റഊഫുൻ എന്നാണ്, തെൻവീനാണ്, പക്ഷെ ലമ്മാണെന്ന് വിചാരിക്കുക, റഊഫു എന്നാണെന്ന് വിചാരിക്കുക. എന്നിട്ട് തൊട്ടടുത്ത റാഇന് ഷദ്ദ് കൊടുക്കുക. ആ ഷദ്ദ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, ഈ നിയമപ്രകാരമാണത്. അപ്പോൾ റഊഫുർ റഹീം, റഊഫുർ റഹീം, റഊഫുൻ എന്ന് പറയാതെ റഊഫു റഹീം, റഊഫുർ റഹീം. അവസാനത്തെ മീമിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരത്. നമുക്ക് ഈ 2 ആയത്തുകൾ ഒന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലസീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിഷത്തു ഫില്ലസീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു വഅന്നല്ലാഹ റഊഫുർ റഹീം. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇന്നല്ലസീന യുഹിബ്ബൂന അൻ തശിഅ, അവിടെ ശരിക്ക് തശിഉ എന്നാണ് മുളാരിയായിട്ടുള്ള രൂപം. അതിൻ്റെ മുമ്പിൽ അൻ വരുമ്പോൾ
തഷിയഉ എന്നുള്ളത് തഷിയ എന്ന് ആയിട്ട് മാറും. അതായത് മുളാരി ആയിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ അൻ, ലൻ, ഇദൻ, കൈ പോലെയുള്ള പദങ്ങൾ വന്നാൽ ആ മുളാരി ആയിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടുമെന്നാണ് പറയാം. സാധാരണ നെസ്ബ് ഫത്ത് കൊണ്ടാണ് സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് തഷിയഉ എന്നുള്ളതിനെ തഷിയ എന്നാക്കി മാറ്റിയത്, അൻ വന്നതുകൊണ്ടാണ്. ഇനി എന്തുകൊണ്ട് യഷിയ എന്നെഴുതാതെ തഷിയ എന്നെഴുതി? എന്താണ് തുടക്കത്തിൽ യാ എഴുതാതെ ത എഴുതിയത്? അത് സ്ത്രീലിംഗമാക്കാൻ വേണ്ടിയിട്ടാണ്. തഷിയ എന്നുള്ള പദം സ്ത്രീലിംഗമാണ്, യഷിയ എന്നുള്ള പദം പുല്ലിംഗാണ്. എന്തുകൊണ്ടാണ് സ്ത്രീലിംഗാക്കേണ്ടി വന്നത്? ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? തഷിയ അൽ ഫാഹിഷത്തു, ഫാഹിഷത്തിനെ കുറിച്ചാണ്. ഫാഹിഷത്ത് സ്ത്രീലിംഗാണ്. അതായത് തഷിയ എന്നുള്ളതിൻ്റെ സബ്ജക്റ്റ്, അതിൻ്റെ ഫായില്, അതിൻ്റെ കർത്താവ്, അത് ഫാഹിഷത്താണ്. തഷിയ അൽ ഫാഹിഷത്തു, ഫാഹിഷത്ത് പരക്കുവാൻ എന്നാണ്. അപ്പോൾ ഫാഹിഷത്ത് എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഫായിൽ. അതിനനുസരിച്ച് തഷിയ എന്നായി. അവിടെ പുല്ലിംഗമായിട്ടുള്ള ഒരു ഫായിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ യഷിയ എന്ന് എഴുതിയാൽ മതി. ഫിൽ ലദീന ആമനു ലഹും അസാബുൻ അലീമുൻ. അസാബ് എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് അലീം. അതുകൊണ്ട് സിഫത്താണെന്ന് പറയാം. രണ്ടിനും ഒരേ രൂപമാണ് കിട്ടേണ്ടത് സിഫത്താകുമ്പോൾ. അസാബുൻ, അലീമുൻ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഫിദ് ദുനിയ വൽ ആഖിറത്തി. ഫിദ് ദുനിയ, ഫി വന്നു കഴിഞ്ഞാൽ ഫി ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടണം. സാധാരണഗതിയിൽ കസ്ർ കൊണ്ടാണ് സൂചിപ്പിക്കുക. പക്ഷേ അദ്ദുനിയ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ എല്ലത്തിൻ്റെ അക്ഷരമാണ്. അങ്ങനെയുള്ള സമയത്ത് അവിടെ കസ്ർ ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അത് ജറ് കിട്ടിയ അവസ്ഥയിലാണെന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദുനിയ എന്നുള്ള ആ ഒരു പദം ജറ് കിട്ടിയ അവസ്ഥയിലാണ്. അവിടെ കസ്റൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത്. എന്നാൽ അതിലേക്ക് ചേർത്തുകൊണ്ട് അടുത്തൊരു പദം വന്നിട്ടുണ്ട്, വൽ ആഖിറത്തി. ഇത് മഅത്തൂഫ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ഫീ എന്നുള്ളത്, ഫിദ്ദുനിയ എന്നുള്ളതിലെ ഫീ എന്നുള്ളത് ആ ദുനിയ എന്നുള്ളതിനും ആഖിറത്തിനും രണ്ടിനും വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇഹലോകത്തിലും പരലോകത്തിലും രണ്ടിനും അത് ആവശ്യമാണ്. ആ ഇൽ എന്നുള്ളത് ആവശ്യമാണ്. അതുകൊണ്ട് ഫീ എന്നുള്ളത് രണ്ടിൻ്റെയും മുമ്പിൽ വേറെ വേറെ എഴുതുന്ന പോലെയാണ് ഉള്ളത്, ഒന്നിച്ചെഴുതിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ വാവ് അത്തഫിൻ്റെ വാവാണ്. അവിടെ ആ ആഖിറത്ത് എന്നുള്ള പദത്തെ മഅത്തൂഫ് എന്നാണ് പറയാം. ദുനിയ എന്നുള്ളതിലേക്ക് മഅത്തൂഫ്, അതായത് ചേർക്കപ്പെട്ടത് എന്നർത്ഥം. അതുകൊണ്ട് ആ ദുനിയ എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ ആഖിറത്ത് എഴുതണം. ദുനിയ എങ്ങനെയാണ്? ജറ് കിട്ടിയ അവസ്ഥയിലാണ്. അവിടെ കസ്ർ ഇട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത്. എന്നാൽ ആഖിറത്തിന് കസ്ർ ഇട്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ആഖിറത്തും ജറ് കിട്ടിയ അവസ്ഥയിൽ തന്നെ ആവണം. അതിന് കസ്ർ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് ആഖിറത്തി അവിടെ അവസാനത്തിൽ കസ്ർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കത് ഫിദ് ദുനിയ വ ഫിൽ ആഖിറത്തി എന്ന് എഴുതിയ പോലെയാണ് ഉണ്ടാവുക. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. വലൗലാ ഫദ്ലുല്ലാഹി, ഫദ്ലുല്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ മുലാഫ് മുലാഫിന് ഇലൈഹി പദപ്രയോഗമാണ്. ഫദ്ൽ എന്നുള്ളത് മുലാഫാണ്, അള്ളാഹു എന്നുള്ള പദം അവിടെ മുലാഫിന് ഇലൈഹിയാണ്. മുലാഫിന് ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് അവിടെ ഫദ്ലുല്ലാഹി, ആ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കസ്ർ വരാനുള്ള കാരണം അത് മുലാഫിന് ഇലൈഹി ആയതുകൊണ്ടാണ്. അലൈക്കും വറഹ്മത്തുഹു വ അന്നല്ലാഹ. അന്ന വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന എന്തിനെക്കുറിച്ചാണോ അന്ന പറയുന്നത് അതിനെ അന്നയുടെ ഇസ്മ എന്ന് പറയും. അപ്പോൾ ഇവിടെ അന്നല്ലാഹ എന്ന് പറയുമ്പോൾ അന്നയുടെ ഇസ്മായിട്ട് വന്നിട്ടുള്ളത് ലഫ്ദുൽ ജലാല, അള്ളാഹുവിൻ്റെ മഹത്തായ പേര്. ആ പേരാണ് അവിടെ ഇസ്മായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അന്നയുടെ ഇസ്മിന് നെസ്ബായിരിക്കും. അതുകൊണ്ട് അന്നല്ലാഹു എന്ന് പറയില്ല, അന്നല്ലാഹ എന്നാണ് പറയാം. ഇന്ന വന്നാലും അങ്ങനെ തന്നെയാണ്, ഇന്നല്ലാഹ എന്നേ പറയുള്ളൂ. അപ്പോൾ അന്നല്ലാഹ. ഇനി അതിൻ്റെ ഒരു വിവരണമായിക്കൊണ്ട് വരുന്ന പദം ഉണ്ടെങ്കിൽ അതാണ് അന്നയുടെ ഖബർ. ഇവിടെ റഊഫുൻ എന്നുള്ള പദം ഖബറാണ്. അന്നല്ലാഹ റഊഫുൻ. അപ്പോൾ അന്നയുടെ ഇസ്മ് അള്ളാഹു എന്നുള്ള പദം, അന്നയുടെ ഖബർ റഊഫ് എന്നുള്ള പദം. അന്നയുടെ ഇസ്മിന് നെസ്ബായിരിക്കും, അതുകൊണ്ടാണ് അന്നല്ലാഹ എന്നെഴുതിയത്. അന്നയുടെ ഖബറിന് റഫ് ആയിരിക്കും, അതുകൊണ്ടാണ് റഊഫുൻ എന്നെഴുതിയത്. ഇനി ആ റഊഫ് എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് റഹീം എന്നുള്ളത്, സിഫത്താണ്. അതുകൊണ്ട് റഊഫുൻ റഹീമുൻ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവും. ഒന്നൊന്നിനെ വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. റഊഫുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ലം തൻവീനാണ് എന്ന് പറഞ്ഞാൽ റഫിൻ്റെ രൂപമാണത്. റഹീമുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലും ലം തൻവീനാണ് എന്ന് പറഞ്ഞാൽ അതും റഫിൻ്റെ രൂപത്തിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.